വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടിനെ കൊന്നു. പ്രദേശത്ത് വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തുന്നു. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് വനവാസ മേഖലയാണ് പുൽപ്പള്ളിയിലെ ജനവാസ മേഖല, പ്രത്യേകിച്ചും വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖല. അവിടെയാണ് കടുവ ഇറങ്ങിയിട്ടുള്ളത്. കടുവ ഒരാടിനെ കൊന്നതായും വിവരങ്ങൾ ലഭിക്കുന്നു. പോലീസും വനംവകുപ്പും തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ അർജുൻ. വയനാട് പുൽപ്പള്ളിയിലാണ് വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയിട്ടുള്ളത്. അമരക്കുനിയിലാണ് കടുവ നാട്ടിലിറങ്ങിയത്. ഒരാടിനെ കൊന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വനംവകുപ്പും പോലീസും തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ജില്ലകളിലാണ് വന്യമൃഗ ശല്യങ്ങൾ നേരിടുന്നത്. ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകൾക്ക് പുറമെ വയനാട് ജില്ലയിലും ഇപ്പോൾ വന്യജീവികളുടെ ആക്രമണം. കടുവ നാട്ടിലിറങ്ങി എന്നുള്ള വാർത്ത. കൂടുതൽ വിവരങ്ങൾ അർജുൻ. ഇന്നലെ രാത്രി 2:30 ഇത്തരത്തിൽ ഈ ആടിനെ കണ്ടുകിട്ടുന്നത്, കടുവ പിടിച്ച നിലയിൽ കണ്ടുകിട്ടുന്നത്. ആദ്യം എന്താണ് ഈ ആടിനെ പിടിച്ചത് എന്ന് മനസ്സിലായില്ല. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് വനപാലകരൊക്കെ എത്തി ഇത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇത് മുമ്പും ഈ പ്രദേശത്ത് തന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇതിനു മുൻപും ഇവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പെരിക്കല്ലൂരിലടക്കം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കൽപ്പറ്റ ഭാഗത്താണ്. ഈ ഭാഗത്തടക്കം ഇത്തരത്തിൽ അജ്ഞാത ജീവി ഇറങ്ങി പശുവിനെയൊക്കെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ പശുവിനെ ഈ റോഡിൽ നടുറോഡിൽ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വിഷ്വൽസ് ഒക്കെ നൽകിയതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള സമരങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ നടത്തിയതാണ്. ആ ഒരു സമയത്തും DFO കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു തങ്ങൾ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് നൽകിയതാണ്. അത് ഉറപ്പ് നൽകിയതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു ആക്രമണം കടുവയുടെ ഭാഗത്ത് ഈ കടുവ ഇറങ്ങി ഇത്തരത്തിൽ വളർത്തു ജീവികളെ കൊല്ലുന്ന ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തരത്തിലും ജനങ്ങളൊക്കെ വലിയ ഒരു പരിഭ്രാന്തിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുവ ഇറങ്ങുന്നതടക്കം എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിനോദ്, ഈ കടുവയെ നാട്ടിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ കെണി ഒരുക്കി കടുവയെ പിടിക്കുന്ന സമ്പ്രദായം, അത്തരത്തിലുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങിയിട്ടുണ്ടോ അർജുൻ? ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർ പരിശോധിക്കുകയാണ്. ഈ കടുവ ഇനിയും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു കടുവയുടെ സ്വഭാവം, ഒരു ജീവിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനെ അല്പം ഭക്ഷിച്ചതിന് ശേഷം പിന്നീട് പോവുകയും അതേ തുടർന്ന് പിന്നീട് ദിവസങ്ങളോളം അത് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിലാണ് കടുവ ഈ മൃഗങ്ങളെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കടുവ ഈ പ്രദേശത്തേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും വനംവകുപ്പ് ചെയ്യുക, ആ പ്രദേശം പരിശോധിക്കും. എന്നിട്ട് കടുവ വരുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂട് വെക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ പുൽപ്പള്ളി ഈ പറഞ്ഞ പ്രദേശത്ത് ഇതുവരെയും കൂട് വെക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തിനാൽ തന്നെയും എത്രയും പെട്ടെന്ന് കൂട് വെച്ച് കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏത് സമയവും ഈ കടുവ ഇറങ്ങുമ്പോൾ കൂട് വെച്ച് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിനേക്കാളും ഉപരി ഈ കടുവ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ പുറത്തേക്ക് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നോക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് ഇതുവരെയും വനംവകുപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരോ കടന്നിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഓരോ ദിവസവും ഇത്തരത്തിൽ ഈ വനം വകുപ്പ് അല്ലെങ്കിൽ ഈ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് വയനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവർ പറയുന്നത്. ആന അല്ലെങ്കിൽ കടുവ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ നിരവധി ഇവിടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം വ്യക്തമാണ്. അർജുൻ, വയനാട് പുൽപ്പള്ളി മേഖലയിലാണ് കടുവ നാട്ടിലിറങ്ങി ആടിനെ കൊന്നത്. ഈ മേഖലയിൽ വനം വകുപ്പും പോലീസും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്.